ഋതുക്കൾ മാറിവരും പോലെ ശിവന്റെ ജീവിതത്തിന്റെ ഏടുകൾ മാറി വന്നു. ഓരോ ഘട്ടത്തിലും അതിന്റെ ഭാവതലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നൃത്തമാടി. ജീവിതം തന്നെ നൃത്തമാക്കി മാറ്റി. ശിവന്റെ നൃത്തത്തിന് വിഭിന്ന ഭാവങ്ങളുണ്ട്. ശൃംഗാരം മുതൽ രൗദ്രം വരെ. നീ ഇപ്പോൾ ആടിയ ഭാവങ്ങളില്ലേ? പറയൂ മുത്തശ്ശി. ആ ഭാവങ്ങൾ ആ ജീവിതം തന്നെ മാറ്റിമറിച്ച വികാരങ്ങളാണ്. നിനക്കറിയാമല്ലോ, ദക്ഷന്റെ മകൾ സതി ശിവന്റെ പത്നിയായി. ദക്ഷൻ നടത്തിയ യാഗത്തിന് ക്ഷണിക്കാതെ അവൾ പോയി. തന്നോടുള്ള വിദ്വേഷം സതിയോട് തീർക്കുമെന്ന് ശിവൻ അറിയാമായിരുന്നു. പോകരുതെന്ന് വിലക്കുകയും ചെയ്തു. അപമാനിക്കപ്പെട്ടാൽ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ് അവൾ പോയി. അപമാനിക്കപ്പെട്ട സതി ആത്മാഹൂതി ചെയ്തു. ആ ആഘാതം ദിഗന്ധങ്ങൾ പിടിച്ചുകുലുക്കുന്ന താണ്ഡവമായി. ശിവൻ രുദ്രതാണ്ഡവമാടി. ജടയിൽ നിന്നും ഭൂതഗണങ്ങൾ ഉത്ഭവിച്ചു. ദക്ഷനെ വധിച്ചു. 10,000 വർഷങ്ങളോളം അലഞ്ഞു നടന്നു. പ്രലോഭനങ്ങളിലൊന്നും വീണില്ല. സതി പിന്നീട് പാർവതിയായി പുനർജനിച്ച് ശിവപത്നിയാവാൻ സഹിച്ച ത്യാഗം ഏതൊരു സ്ത്രീക്കും അഭിമാനം നൽകുന്നതാണ് മോളെ. ശിവനെപ്പോലെ പൗരുഷമുള്ള ഒരാൾ ഈ കൊട്ടാരത്തിൽ ജനിക്കുമെന്ന് മുത്തച്ഛൻ വിശ്വസിച്ചിരുന്നു. ഞാനും. നിനക്ക് ദുർഗ എന്ന് പേരിട്ടതുപോലും മുത്തച്ഛനാ. സ്ഥാണു എവിടെ? വന്നില്ല. മകൻ വന്നിട്ടുണ്ട്. ശംഭു. ശംഭു. മുത്തശ്ശിയാണ്, അമ്മയുടെ അമ്മ. മോനെ. അല്ല. അല്ലെന്ന് നീ പറഞ്ഞ അല്ലാതാകുമോ? അല്ലാതാകണം. ഭദ്ര, കുടുംബക്ഷേത്രം പുതുക്കി പണിയണം അല്ലേ? അതെന്നെ മനസ്സിലാകുന്നുണ്ട്. ആരുടെയെങ്കിലും വരവൊരുക്കാനാണ് ഭാവമെങ്കിൽ ഇത്ര ദുഃഖിക്കാൻ ഒന്നും ഉണ്ടായില്ലല്ലോ തമ്പുരാട്ടി. ഉണ്ടായി. അവൻ വന്നു എന്നറിഞ്ഞപ്പോൾ എന്റെ മനസ്സ് എല്ലാം നേടിയതുപോലെ അഹങ്കരിച്ചു. അല്ലെങ്കിലും അഹങ്കാരം എന്റെ കൂടെ പ്രവിയായിരുന്നു. അറ്റുപോയ ബന്ധങ്ങൾ ഉറപ്പിക്കാനുള്ള എന്റെ ആഗ്രഹം. ഭദ്രന്റെ എതിർപ്പ് കണ്ടില്ലേ? അതുപോലും വകവയ്ക്കാതെ ക്ഷേത്രം പണി ആരംഭിച്ചത് അതെ, അവരുടെ വരവൊരുക്കാൻ തന്നെയായിരുന്നു. എന്റെ കൊച്ചുമോൻ അത് മനസ്സിലാക്കിയില്ല. ആ മുൻകോപവും നിഷേധവും വർഷങ്ങളായുണ്ട്. മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മയുമായി 18 വർഷം കാത്തിരിക്കുക. എങ്ങും പതിവില്ലാത്തവണ്ണം ഭർത്താവ് ഭാര്യയ്ക്ക് ബലിയിടുക. അതും ഒരു തപസ് പോലെ. അവളുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നത് പോലെ. പൂർത്തിയാവാതെ പോയ ഒരു ജന്മം.
ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രാണേധാരം പ്രണതോസ്മി സദാശിവം. മുത്തശ്ശി പറയാറില്ലേ, ആ ചുവന്ന കണ്ണുകൾ, ആ തലമുടി, ആ പൗരുഷം, നഷ്ടപ്പെട്ട എന്തിനു വേണ്ടി ഉഴലുന്ന മനം. എനിക്കെന്തോ തോന്നുന്നു മുത്തശ്ശി. ഇത് എവിടെ നടക്കുന്ന കാര്യമാ? ഇങ്ങനെയുള്ളവനെ ക്ഷേത്രപ്പറമ്പിൽ കയറ്റിയത് എന്തിനാ? കയറ്റിയതല്ല, ക്ഷണിച്ചു വരുത്തിയതാ. പതുക്കെ പറ. ഇത് പുണ്യസ്ഥലമാ, പുണ്യകർമ്മമാ ചെയ്യേണ്ടത്. ചെയ്തോണ്ടിരിക്കുന്നതും അത് തന്നെയാ. പരിശുദ്ധ കാര്യം ചെയ്യുമ്പോ പരിശുദ്ധിയോടെ ചെയ്യണം. പരിശുദ്ധിയുള്ള സാധനം തന്നെ ആടോ. ദാണ്ട കുപ്പിയോടെ വിഴുങ്ങുന്നു. പ്രചോദനം വരെ അല്പം മൂന്തോന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയുണ്ടോ? തലയ്ക്ക് സുഖമില്ലാത്തവനെ പിടിച്ചോണ്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇതിവിടെ നടക്കില്ല. ഗോപാല, എനിക്ക് ഉത്തരവാദിത്തമുള്ളതാ. എന്ന് അങ്ങോട്ട് എന്ന് പറ. എന്താ പേടിയാകുമോ? വരില്ലടാ. ഗോപാല, ചതിക്കരുത്. നമുക്ക് കാര്യമല്ലേ നടക്കേണ്ടു. ക്ഷേത്ര പരിസരം മലിനപ്പെടുത്താനുള്ളതല്ല. ഗോപാല, ഇവിടെ വെച്ച് മദ്യപിക്കരുത്. കയ്യും കാലും ഉറയ്ക്കാത്തവൻ എങ്ങനെ വിഗ്രഹം കുത്തും? ഞാൻ കുടിക്കും, കുടിച്ചു തന്നെ വിഗ്രഹം കുത്തും. തഞ്ചാവൂർ ക്ഷേത്ര ശില്പങ്ങൾ കണി കണ്ട് ഉണരുന്നവനാ ഞാൻ. ശില്പങ്ങളിൽ തലോടി വന്ന കാറ്റ് സൂക്ഷിച്ചു വളർന്നവനാ. ഒരു കുപ്പി ചാരായത്തിൽ എന്റെ കൈവറയ്ക്കുമോ? ലഹരിയുടെ ഭൂതഗണങ്ങളെ കാവൽ നിർത്തി ശിലകളിൽ രൂപങ്ങൾ ഞാൻ ആവാഹിച്ചു വരുത്തും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ശില്പിയുടെ മകനാ. ക്ഷേത്രം പണിയാൻ സ്ഥാനവാസനോ മകനോ വേണമെന്ന് വന്നില്ലേ? എന്തുകൊണ്ട്? ശില്പതന്ത്രം വരപ്രസാദമാ. കൊടുമുടികളെ കൊമ്പുകുത്തിക്കാൻ മനസ്സിന് കഴിയണം. വ്രതശുദ്ധി ഇളക്കാൻ ഒരു സോമരസത്തിനും ആവില്ല. ആനവായിൽ അമ്പഴങ്ങ എന്ന് പറഞ്ഞതുപോലെയാണ് ശംഭുവിന് ഒന്നോ രണ്ടോ കുപ്പി ചാരായം ഇല്ലേ? தெரியாதுங்க. എന്നെ தெரியாது. അവന്റെ ഒരു ഒടുക്കത്തെ തമിഴ്. അയ്യാ, அந்த ശില്പിയുടെ ശിങ്കിടി താനേ നീയ്. இந்த இடத்திலே சொல்றதுக்கு ഒരു തപ്പുമില്ലേ? ശിവമൂലിയും അടിക്കുമില്ലയോ? കഞ്ചാവ്. എന്താ ശങ്കര? അമ്മ തമ്പുരാട്ടി പുതിയ ജോലി ഏൽപ്പിച്ചോ? എഴുന്നള്ളത്തിന് പകരം ഇപ്രായത്തിൽ ശങ്കരന് കല്ലുവലിക്കലായില്ലേ? പറഞ്ഞേക്ക് തമ്പുരാട്ടിയോട്, ഭാരമേറിയാൽ ചവിട്ടുനിറം ഇളകുമെന്ന്. ഇളകിയാൽ പിന്നെ അത് ഉറക്കില്ലെന്നും.
രൂപങ്ങൾ കുത്തിയെടുക്കുകയല്ല, കല്ലിൽ നിന്ന് ആവാഹിച്ചെടുക്കുകയാണ് വേണ്ടത്. എല്ലാ ശിലകളിലും ശില്പങ്ങൾ കാത്തിരിക്കുന്നു ശില്പിയുടെ കരസ്പർശമേൽക്കാൻ. സ്ഥാനങ്ങൾ അർദ്ധഗോളങ്ങൾ പോലെ താമരനൂല് കടക്കാനിടമില്ലാത്ത വിധം ചേർന്നിരിക്കണം. പൊക്കിൽ കൊടിയുടെ മുകളിൽ ഒടിവ് വരണം. വയറിന്റെ അളവ് മുഷ്ടിമിതമാവണം. ഉയർന്ന മാറോടെ നിതംബം പിന്നോട്ടാഞ്ഞ് കൈകൾ തളർത്തിയിട്ടുള്ള നിൽപ്പ്, അതിന്റെ താളഭംഗി. സ്ത്രീ സൗന്ദര്യം ശാലഭഞ്ജികമാരിലായാലും അതിന്റെ മൂർത്തഭാവത്തിൽ തന്നെ വരണം. ശില്പ പാരമ്പര്യത ശില്പശാലയിൽ സ്ത്രീ നിഷിദ്ധയാണ്. സ്ത്രീ സൗന്ദര്യം കൊത്തിവെക്കാം, വരുന്നത് നിഷിദ്ധം. സർപ്പപൂജയ്ക്ക് സർപ്പ സാന്നിധ്യം വേണ്ട. പൂജിക്കാം, കണ്ടുകൂടാ. വിഷസർപ്പങ്ങളെ ഞാൻ പൂജിക്കാറില്ല.